ഓളോട് എനിക്ക് ഇഷ്ടണ്ടായിട്ടൊന്നല്ല. പിന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ പണിയൊക്കെ അങ്ങ് എടുത്തോളല്ലോ. ആടി ഇവിടെ ഉണ്ട് ഒരു സാധനം പണിയെടുക്കാണ്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് കൂടെ ദേഷ്യം പിടിക്കും. എന്റെ അവസ്ഥ അങ്ങനെ തന്നെ കാണി. എന്റെ മോന്റെ ജീവിതം നശിച്ചെന്നല്ലാണ്ട് വേറെ എന്ത് പറയാ. അല്ല ഒരു രണ്ടാളും ഒരുമിച്ച് പുറത്തൊക്കെ പോലുണ്ടോ? ഇല്ലല്ല, പുറത്തൊന്നും ഒരുമിച്ച് പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ തന്നെ വേണം, ഇവിടെയും വിടരുത്. എന്നാ ശരി കേട്ടോ, ഞാൻ ഒന്ന് അടുക്കളയിൽ പോയോക്കട്ടെ, ഇല്ലെങ്കിൽ ഒരു പണി എടുക്കൂല. എനിക്കറിയാം നീ ഇവിടെ AC ഇട്ട് കുത്തിരിക്കുകയാണെന്ന്. ഞാൻ താഴെന്ന് സൗണ്ട് കേട്ടിട്ട് വന്നു നോക്കിയതാ. AC പിന്നെ ഇടാനുള്ളല്ലേ. ഇതെന്താ വലിയ മുട്ടായോ? ഒറ്റക്ക് ഇരുന്ന് തിന്നാലേ കൊറേ ഉണ്ടാവൂലേ കൊണ്ടുവച്ചിക്ക്. എന്റെ അമ്മ നിങ്ങൾ അൽമാരയിൽ നിങ്ങൾ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കല. നീ അധികം ഡയലോഗ് അടിക്കാണ്ട് AC ആദ്യം ഓഫാക്ക്. എന്റെ വാപ്പല്ലല്ലോ കറണ്ട് ബില്ല് അടിക്കുന്നത്. ഇപ്പൊ വാപ്പ കൊടുക്കാത്ത നിങ്ങളെ പ്രശ്നം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വാപ്പനെ വിളിച്ചരാം. ഹലോ വാപ്പ, ആഷിഖാന്റെ ഉമ്മക്കില്ലേ നിങ്ങളുടെ അടുത്തൊന്നും പറയാനുണ്ടോ അല്ലേ? ഞാൻ അതപ്പോ കൊടുക്കേ. വേണ്ട വേണ്ട, അല്ലത് വാങ്ങിച്ചോ. ഹലോ, നിങ്ങൾക്ക് എന്തേലും പറയാണ്ടെന്ന് പറഞ്ഞേ? അതൊന്നുമില്ല, ഞാനോളോട് പറയേനേ വേണമെങ്കിൽ അവിടെയൊക്കെ വന്ന് നിന്നോന്നൊക്കെ പറയാനോ. ഓളെ ഇഷ്ടത്തിനോട് നിന്നോട്ടേന്ന്.